ഇനി പറ, എന്താ നിന്റെ പ്ലാൻ? പ്രേമയെ അവിടെ നിന്ന് മാറ്റണം. എങ്ങോട്ട്? നിരഞ്ജന്റെ ക്ലിനിക്കിലേക്ക്. അതുകൊണ്ടുള്ള ഗുണം? പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിരഞ്ജനെ ഒരു കാരണവശാലും സിദ്ധു സംശയിക്കില്ല. അപ്പോ എന്റെ തങ്കച്ചി, എന്റെ പ്ലാൻ എന്തോന്നറിയോ? പോലീസിനെ കൊണ്ട് പ്രേമയെ കസ്റ്റഡിയിൽ എടുപ്പിക്കുക എന്നുള്ള. ബോധമില്ലാത്ത അവസ്ഥയിലായിരിക്കും പ്രേമ. അപ്പൊ പോലീസ് എന്ത് ചെയ്യും? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അവരെ അഡ്മിറ്റ് ചെയ്യും. അവിടെ വെച്ച് ഞാൻ പ്രേമയെ തീർക്കും. എടാ മണ്ട, തീർക്കാനാണെങ്കിൽ എന്തിനാ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് അവരെ മാറ്റുന്നത്? അവിടെ ഇട്ട് തീർത്താ പോരെ? തങ്കച്ചിക്ക് തലയിൽ കുറച്ച് ആൾതാമസം ഉണ്ടെന്നാ ഞാൻ ഇതുവരെ കരുതിയിരുന്നു. ഇല്ലെന്ന് ഇപ്പൊ മനസ്സിലായി. എന്റെ തങ്കച്ചി, എന്റെ സ്ഥലത്ത് വെച്ച് പ്രേമ മരിച്ച ആ ബോഡി ഞാൻ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും കൊലപാതകയെ തേടി പോലീസ് വരും. പോലീസ് കസ്റ്റഡി വെച്ചിട്ട് പ്രേമ മരിച്ചാലോ? അതിന്റെ കുറ്റം എന്റെ തലയിൽ വരൂ. പക്ഷെ ചന്ദ്ര പെടില്ലേ? എങ്ങനെ പെടുമെന്ന തങ്കച്ചി പറയുന്നത്? അത് നമുക്കല്ലാതെ വേറെ ആർക്കും അറിയില്ലല്ലോ പ്രേമ ഈ അവസ്ഥയിൽ ചന്ദ്രയാണ്. ഇനി അഥവാ പെട്ടു എന്ന് തന്നെ വിചാരിക്കും. അത് അവളുടെ യോഗമാണെന്ന് ഞാൻ അങ്ങ് വിചാരിക്കും. അല്ല ശരത്തെ, പ്രേമ സംസാരിക്കില്ലെന്ന് ഉറപ്പാണോ? കുറെ നേരത്തേക്ക് എന്തായാലും സംസാരിക്കില്ല. ബോധം പോലും ഉണ്ടാവില്ല. ഇനി ബോധം വന്നാ? വരില്ല. അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്യുന്നുള്ളൂ. വന്നാ പെടും. സ്വാമിക്കൊരു കുഴപ്പം പറ്റരുത്. നീ അകത്തായാലും ചന്ദ്ര അകത്തായാലും എനിക്ക് പ്രശ്നമില്ല. സ്വാമിക്കൊന്നും സംഭവിക്കരുത്. അത് ഞാൻ ഉറപ്പ് തരും. സ്വാമിക്കൊരു പോറല് പോലും ഏൽപ്പിക്കാതെ ഞാൻ തിരിച്ചു തരും. അത് മതി. കാരണം എന്നെ മാത്രം വിശ്വസിച്ച സ്വാമി നിന്നെ സഹായിക്കാൻ വരുന്നത്. ചതി പറ്റിന്ന് നാളെ ഒരിക്കൽ സ്വാമിക്ക് തോന്നരുതല്ലോ. ദേവിക, അമ്മ കണ്ണു തുറക്ക്. പ്രതികരണമൊന്നുമില്ല, എപ്പോഴും ഇതേ കിടപ്പാ. ഇനി ഒരിക്കലും ഒരു തിരിച്ചറിവുണ്ടാവില്ല ഡോക്ടർ? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ഒരത്ഭുതം എപ്പോ വേണോ പ്രതീക്ഷിക്കാം.